ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ സേമിയ കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഏത് സമയത്തും അതുപോലെ തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും പറ്റിയ ഒരു വിഭവമാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 1 കപ്പ് സേമിയ ഇതിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റ് വറുത്തെടുക്കണം. നിങ്ങളെ കയ്യിൽ വറുത്ത സേമിയാണ് കിട്ടുന്നതെങ്കിൽ അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ സേമിയയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ ഉപയോഗിക്കാം, നെയ്യ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 6-7 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കഷ്ണം ഉള്ളിയൊന്നും അധികം ചേർക്കുന്നില്ല. ഒരു ഉള്ളിയുടെ അരഭാഗം മാത്രമേ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം ക്യാരറ്റ്, അതുപോലെ തന്നെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്, ഒരു കഷ്ണം ക്യാപ്സിക്കം, ഇവ കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കോൺ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കോൺ അഥവാ നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് പകരം കുറച്ച് ബീൻസ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഇതേ സമയം നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് അതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ച് അതൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് 1 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് സേമിയ പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേ സമയം തന്നെ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അടപ്പ് വെച്ച് അടച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ സേമിയ നന്നായി വെന്തിട്ടുണ്ട്. അധികം വെന്തുടഞ്ഞു പോകാൻ പാടില്ല. ഇപ്പം പാകത്തിന് വേവായിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി ഒന്നുകൂടി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പീസ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയ കൊണ്ടുള്ള പുലാവ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പുലാവ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടാലും അവർക്ക് കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.